ഈ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് മനുഷ്യൻ്റെ വളരെ പ്രൊഫൗണ്ടായ ഒരു ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചിട്ട്, ഹ്യൂമൻ നോളേജിനെ കുറിച്ചിട്ട് സോക്രട്ടീസിന് മനസ്സിലാകുന്നത്. അദ്ദേഹം പറയുന്നത് കൂടുതൽ മനുഷ്യരും ഫെമിലിയാരിറ്റിയെ, സമാനതയെ, സാമ്യതയെ അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് സത്യം, എൻ്റെയും മറ്റുള്ള ആളുടെയും വിശ്വാസം ഒരേപോലെയാണ് എന്നുള്ളത് മാത്രമാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒപ്പീനിയൻ എന്ന് പറയുന്നത് നോളേജായി ആളുകൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പീനിയനാണ് നോളേജ് എന്നുള്ള അർത്ഥത്തിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ലോകത്തിലുള്ള ഒരു വിജ്ഞാനത്തിൻ്റെയും സാധ്യതയുടെയൊക്കെ മേഖല എന്നുള്ളതാണ് സോക്രട്ടീസ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. സോഷ്യൽ റോളുകളും കൾച്ചറുകളും റിലീജിയനും എല്ലാം നൽകിയിട്ടുള്ള ചില ഒരു ബൗണ്ടറികൾക്കകത്ത് മാത്രമാണ്, ഷെയർഡായ ചില ഐഡിയകൾക്ക് അകത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ സത്യവും കളവൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് സോക്രട്ടീസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം, സോക്രട്ടീസ് ഒരിക്കലും മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ അറിവ് കരസ്ഥമാക്കിയത് കൊണ്ടല്ല വൈസറായത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വൈസറാവാനുള്ളൊരു കാരണം മറ്റുള്ള ആളുകൾക്കില്ലാത്ത, മറ്റുള്ള ആളുകൾ അവെയർ ആവാത്ത സ്വന്തം ഇഗ്നോറൻസിനെ കുറിച്ച്, അറിവില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം അവെയറായി എന്നുള്ളതാണ് അദ്ദേഹത്തിനെ വൈസറായി കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അപ്പോളോയുടെ ഒരു അശരീരി ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്നതും അതുപോലെ തന്നെ പുതിയൊരു ചിന്താ മേഖലയിലേക്ക് ഈ ഒരു ആധുനിക ലോകത്തിനെ ഇയാൾ കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സെൽഫ് അവെയർനെസ്, സെൽഫ് നോളേജ് എന്ന് പറയുന്നത് വളരെ വാല്യുവബിളും മാത്രമല്ല വളരെ റെയറും ആവാനുള്ളൊരു കാരണം. ഇത് ഇത്ര സിമ്പിളാണെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ? അദ്ദേഹം പറയുന്നത് ഈ ഒരു അറിവില്ലായ്മ, ഇഗ്നോറൻസിനെ സമ്മതിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻ്റലക്ച്വൽ കറേജ് ആവശ്യമുള്ളൊരു സംഭവമാണ്. നമ്മുടെ സെൽഫ് ഇമേജ്, സോഷ്യൽ ഡിഗ്നിറ്റി, സോഷ്യൽ ഐഡൻറ്റിറ്റി ഇതിനെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഇഗ്നോറൻസിനെ സമ്മതിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന എന്ത് സംഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും എത്രത്തോളമാണ് ഒരു മനുഷ്യൻ ഇഗ്നോറൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾക്ക് എത്ര കൂടുതൽ അറിയുന്നു എന്നുള്ളതല്ല, ഇനി അയാൾക്ക് എത്ര കൂടുതൽ അറിയാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉണ്ടാകുന്നത് എനിക്കറിയാൻ ഒരുപാടുണ്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ നിന്നാണ്. അപ്പോൾ അതാണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സോക്രട്ടീസിൻ്റെ ഒരഭിപ്രായത്തിൽ. പിന്നെ അദ്ദേഹം പറയുന്നത് പൊളിറ്റീഷ്യൻ ഒരിക്കലും ഞങ്ങൾക്ക് എന്താണ് ജസ്റ്റിസ് എന്നറിയില്ല എന്നൊരിക്കലും പറയില്ല. കാരണം അവരുടെ ഒരു കരിയർ എന്ന് പറയുന്നത് പരിപൂർണമായും നീതിപരമായ തീരുമാനങ്ങളും നീതിപരമായ പ്രവൃത്തികളുമൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ജനങ്ങൾ ജയിപ്പിക്കുന്നതും അവരെ ജനങ്ങളുടെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിട്ട് നിൽക്കുന്നതും. അതുകൊണ്ട് പൊളിറ്റീഷ്യൻ ഒരിക്കലും എന്താണ് ജസ്റ്റിസ് എന്ന് എനിക്ക് അറിയില്ല എന്നൊരിക്കലും പറയാൻ പോകുന്നില്ല. ടീച്ചേഴ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ പറയില്ല. കാരണം സ്കൂളിൽ സ്വന്തം വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ എന്നുള്ള ഒരു മുൻവിധിയിലാണ് അവരിയ്ക്കുന്നത്. ആ സമയത്ത് അവരും അത് പറയില്ല. കവിമാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ കവികൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ ഒരു സ്ഥാനം വഹിക്കുന്ന ആളുകളാണ്. മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ വികാരങ്ങളെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നവരാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കവികളും സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്കറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് ധൈര്യം എന്നുള്ളത്, എന്താണ് പ്രണയം, അല്ലെങ്കിൽ എന്താണ് പ്രണയ നൈരാശ്യം, ഇതൊന്നും യഥാർത്ഥത്തിൽ എന്താണെന്ന് ആരും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ഇഗ്നോറൻസ്, സെൽഫ് നോളേജ് എന്ന് പറയുന്നത് ആരും അതിനെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ ഒരു വാദം. പിന്നെ
സോക്രട്ടീസ് പറയുന്നത് ഹ്യൂമൻ സൊസൈറ്റി ഒരു ഷെയർഡ് ഇഗ്നോറൻസിൻ്റെ പുറത്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഷെയർഡ് ഇഗ്നോറൻസ് ആണ്, അറിയപ്പെടാത്തതിൻ്റെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഒരു പങ്കുവെക്കലാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വസ്തുത എന്ന് പറയുന്നത്, അല്ലാതെ കളക്റ്റീവ് വിസ്ഡം അല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു ഐഡിയ, ആ ഐഡിയയാണ് ആളുകൾ ഇവിടെ ഒരു വിസ്ഡമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതാണ് സോക്രട്ടീസിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഐഡിയകൾ മനസ്സിലാക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് സോക്രട്ടീസിനെ വിഷം നൽകി കൊലപ്പെടുത്തിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് സ്വന്തം ചിന്തയെയും സ്വന്തം വ്യക്തിത്വത്തെയും തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ്. മാത്രമല്ല, എത്ര ഉയർന്ന തസ്തികയിലുള്ള ആളാണെങ്കിലും അവരുടെ ഇഗ്നോറൻസിനെ തിരിച്ചറിയാനുള്ള അവരോടുള്ള നേരിട്ടൊരു വെല്ലുവിളിയും കൂടിയാണിത്. ആ സമയത്താണ് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ഭീഷണിയാകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹത്തെ വിഷം നൽകി കൊല്ലാൻ ശ്രമിക്കുന്നത്. അതിന് ഗ്രീക്കിലുള്ള കോടതി പറഞ്ഞ കാരണം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു ചിന്താ സരണി ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാവുകയാണെങ്കിൽ കൃത്യമായും നാട്ടിൽ നടക്കുന്ന എല്ലാ അനീതികൾക്കെതിരെയും പ്രശ്നങ്ങൾക്കെതിരെയും ഉറച്ച ശബ്ദമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് സോക്രട്ടീസിൻ്റെ ഒരു ചിന്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഒരു അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത് നിലനിൽക്കുന്ന പവർ സ്ട്രക്ചറിനെയും സോഷ്യൽ റിലേഷൻഷിപ്പിനെയും ഒക്കെ ത്രെട്ടൻ ചെയ്യുന്നതാണ്, ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചിന്തയെ ഒരിക്കലും ഒരാളും ഇതിനെ സപ്പോർട്ട് ചെയ്യൂല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണം. സോക്രട്ടീസിൻ്റെ ഏറ്റവും ഫേമസ് ആയ ഒരു കോട്ടാണ് നമുക്കറിയാം, അൺഎക്സാമിൻഡ് ലൈഫ് വാസ് നോട്ട് വർത്ത് ലിവിങ് എന്നുള്ളതാണ്. പുനഃപരിശോധിക്കപ്പെടാത്ത ഒരു ജീവിതവും അത് വേർത്തല്ല എന്നുള്ളതാണ്. നിരന്തരം പുതുക്കിക്കൊണ്ടേയിരിക്കണം ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ, നമ്മൾ വിശ്വസിച്ച് വെച്ച ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, നമ്മൾ കരുതിപ്പോന്ന സത്യങ്ങളെ എല്ലാം നിരന്തരം പുനഃക്രമീകരിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ജനങ്ങളെ ഏതെങ്കിലും ഒരാൾ അവരുടെ ഇഗ്നോറൻസിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് കൊടുക്കണം. ഇഗ്നോറൻസ് ആണ് എന്നുള്ള, ഇത് വിസ്ഡമല്ല, ഇഗ്നോറൻസ് ആണ് എന്നുള്ള ഒരു അവയർനെസ് കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ സോക്രട്ടീസ് മനസ്സിലാക്കുന്നത് ഈ ഒരു ഐഡിയ ഇത്തരത്തിൽ ഇദ്ദേഹം മറ്റുള്ള വ്യക്തികളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് വളരെ അൺപോപ്പുലറാവും. അദ്ദേഹം വളരെ അൺപോപ്പുലറാവും. ഗ്രീക്കിൽ ഏറ്റവും അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഇങ്ങനെ ആളുകളെ ക്രിട്ടിക്കലി ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ അദ്ദേഹം അൺപോപ്പുലറാവും, അദ്ദേഹത്തിന് ചോദ്യങ്ങൾ വരും, അദ്ദേഹം നാട്ടിലും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലൊക്കെ ചോദ്യം ചെയ്യപ്പെടും, ഭീഷണിപ്പെടുത്തും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ കാരണം മോസ്റ്റ് പീപ്പിളിനും വേണ്ടത്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടത് കംഫർട്ടബിളായ ഇല്യൂഷനാണ്, അല്ലാതെ അൺകംഫർട്ടബിളായ ട്രൂത്ത് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. പക്ഷേ എന്നിട്ടും സോക്രട്ടീസ് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുന്നില്ല. അദ്ദേഹം പറയുന്നത് ഈ ഒരു അവയർനെസ്സിനെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അപ്പോളോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധ്വനി ഉണ്ടായത് എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ടേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. പിന്നെ ഇദ്ദേഹം പറയുന്നത് നമ്മൾ നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ചിന്താ ലോകത്തിനെ വികസിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മളിപ്പോൾ ഉള്ള പരിമിതികളിൽ തന്നെ ഒരുപാട് കാലം മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഇഗ്നോറൻസിനെ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നം. എല്ലാവർക്കും എല്ലാം അറിയാം എന്നുള്ള ഒരു അർത്ഥത്തിൽ ജീവിക്കുമ്പോൾ കൂടുതൽ അറിവിനെ സ്വീകരിക്കാനുള്ളൊരു സാധ്യത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ആ നിലനിൽക്കുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നും പുറത്തു വരികയും പുതിയ ക്യൂരിയസ് ആയ, പുതിയ തനതായ പല കാര്യങ്ങളെയും പല സാധ്യതകളെയും അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സോക്രാറ്റിക് മെത്തേഡിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ചോദിക്കാം, വെറുതെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോ,
ക്വസ്റ്റ്യൻ ചെയ്യുക, മറ്റുള്ള ആൾക്കാരെ തോൽപ്പിക്കുക. സാധാ ഈ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു വക്കീൽ ചെയ്യുന്ന പണിയാണോ ഇത് എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ സോക്രാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു മെത്തേഡാണ്. നമുക്ക് ഈ മെത്തേഡ് കാണാൻ പറ്റുന്നത് പ്ലേറ്റോയുടെ പുസ്തകങ്ങളിലാണ്. അദ്ദേഹം എങ്ങനെയാണ് ഗ്രീക്കിലുള്ള തെരുവുകളിൽ പോയി ആളുകളോട് സംവദിക്കുന്നതും അവരുടെ തെറ്റിദ്ധാരണയെ അവരിലൂടെ തന്നെ മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സോക്രാറ്റിക് മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി സോക്രട്ടീസ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തയെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. ഇനി എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, എങ്ങനെ സിസ്റ്റമാറ്റിക്കലി ക്വസ്റ്റ്യനിങ് ചെയ്യാന്നുള്ളതാണ്. നമ്മളിതിനെ പേരിട്ട് വിളിക്കുകയാണെങ്കിൽ ഇതൊരു ഫിലോസഫിക്കൽ സർജറി പോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുകയും, ഉദാഹരണം പറയുന്നത് നമുക്ക് മനസ്സിലാവും, ഒരു കൺസെപ്റ്റ് എടുക്കുകയും അതിൻ്റെ തന്നെ കോൺട്രഡിക്ഷനും അതിൻ്റെ ഹിഡൻ സ്ട്രക്ചറുകളെക്കുറിച്ചും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മുകളിൽ നോക്കുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല, ക്ലീനാണ്. പക്ഷേ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വളരെ ഹിഡനായ ചില കാര്യങ്ങൾ മാത്രമല്ല കോൺട്രഡിക്ഷനുകളും അതിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് നമ്മളൊരു ഫിലോസഫിക്കൽ സർജറി എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്? സയൻസിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിലീഫ്, വാല്യൂസ്, അസംഷനുകൾ ഇതിനെയൊക്കെ എക്സാമിൻ ചെയ്യണം എന്നുള്ളതാണ് ഫിലോസഫിക്കൽ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഫിലോസഫേഴ്സ് പറയുന്നത് ഡെഫിനിഷണൽ അനാലിസിസ് എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുന്ന സമയത്ത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് സോക്രട്ടീസ് ഇതിനെ കണ്ടത് തന്നെ നോക്കാം. നമ്മളിപ്പോൾ സോക്രട്ടീസ് ഒരു പബ്ലിക് ഡിസ്കോഴ്സിൽ ഏർപ്പെടുകയെന്ന് വിചാരിക്കാം. അദ്ദേഹം ഗ്രീക്കിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ചന്തയിൽ ഒരാളെ കാണുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹം പറയാണ് ഒരിക്കലും കളവ് പറയാൻ പാടില്ല. സോക്രട്ടീസിനെ കാണുന്ന സമയത്ത് ആൾക്കാർ സംസാരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് പറയാണ് കളവ് പറയാൻ പാടില്ല. സോക്രട്ടീസ് തിരിച്ചു ചോദിക്കും, എന്താണ് കളവ് പറയൽ അല്ലെങ്കിൽ കള്ളം എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ ലൈയിങ്? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ആ ഒരു വ്യക്തി പറയും, സിമ്പിളാണ്, സേയിങ് സംതിങ് ഫോൾസ്, തെറ്റായ കാര്യങ്ങൾ പറയാനാണ് കള്ളം പറയാന്നുള്ളത്. ഇതൊക്കെ ഇപ്പോൾ എത്ര ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സോക്രട്ടീസിൻ്റെ അടുത്ത ചോദ്യം, നിങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അതായത് നിങ്ങളെ ഫ്രണ്ടിനെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരികയെന്ന് വിചാരിക്കുക. കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കൊല്ലാൻ വേണ്ടി ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എവിടെയാണ് ഒളിച്ചതെന്ന് ചോദിക്കുക. ആ സമയത്ത് നിങ്ങൾ കള്ളം പറയോ അതോ സത്യം പറയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കള്ളം പറയും. അപ്പോൾ തെറ്റായത് പറയലല്ല കള്ളം പറയുക കള്ളം പറയുന്നത് അതുകൊണ്ടല്ല തെറ്റാവുന്നത്, തെറ്റ് പറയുന്നത് കൊണ്ടല്ല ലൈയിങ് എന്ന് പറയുന്നത് റോങ് ആവുന്നത് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു. മറ്റേ ആളുടെ ചോദ്യമാണ്, സോക്രട്ടീസിൻ്റെ ചോദ്യമാണ്, പിന്നെ എന്താണ് കളവ് പറയാമെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സമയം മറ്റേ ആൾ പറയും, കൂട്ടുകാരനെ അല്ലെങ്കിൽ നമ്മൾ ആരെക്കുറിച്ചാണോ കള്ളം പറയുന്നത് അവരെ ഹാം ചെയ്യാത്ത രൂപത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. ഹാം ചെയ്യുന്ന രൂപത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയാം. ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയാം. ഇതാണ് കള്ളം പറയാമെന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, എന്താണ് ഒരു സംഭവത്തെ കളവാക്കുന്നതും തെറ്റാക്കുന്നതും? തെറ്റ് പറയുന്നത് കൊണ്ടല്ല കള്ളം ഈ ഒരു ലൈയിങ് എന്ന് പറയുന്നത് തെറ്റാവുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അതൊരു മോശം കാര്യമാവുന്നത് തെറ്റ് പറയുന്നത് കൊണ്ടല്ല, ഫോൾസ് ആയ ഒരു കാര്യം പറയുന്നത് കൊണ്ടല്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ കോണ്ടക്ച്വലായ, ഹിസ്റ്റോറിക്കലായ, പേഴ്സണലായ, എക്സ്പീരിയൻഷ്യലായ ഒരുപാട് ഘടകങ്ങളും സാധ്യതകളും അതിലുണ്ട്.
നമ്മൾ പരിശോധിച്ച് നോക്കണം. വെറും ഒരു കള്ളം എന്നുള്ള അല്ലെങ്കിൽ ലൈയിങ് എന്നുള്ള ചെറിയൊരു കൺസെപ്റ്റിലാണ് ഇത്രയും കൂടുതൽ ഹിഡൻ ആയിട്ടുള്ള ആസ്പെക്റ്റുകളുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ കള്ളം പറയാമെന്നുള്ളതിന് പുറമെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്താണ്, കൃത്യമായി ചിന്തിക്കുന്ന സമയത്താണ് കള്ളം പറയുക എന്ന് പറയുന്നത് എപ്പോഴാണ് തെറ്റാകുന്നത്, എപ്പോഴാണ് ശരിയാകുന്നത് എന്നുള്ളത് ഒരു മനുഷ്യന് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻറ്റൻഷന്, കോണ്ടക്സ്റ്റ്, കോൺസിക്വൻസസ്, അതുപോലെ തന്നെ രണ്ട് പേര് തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഉൾപ്പെട്ടിട്ടാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ്, മോറൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ലൈയിങ് എന്ന് പറയുന്നതാണ് തെറ്റെങ്കിൽ, അത് മനുഷ്യരെ ഹാം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹാമിനെ കുറിച്ച് സംസാരിക്കുക? എന്താണ് ഒരു വസ്തു മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? അതായത് ചെറിയ കാലത്തേക്കുള്ള ഉപദ്രവം ഉണ്ടാവും, ലോങ് ടേം ഹാം ഉണ്ടാവും, ഫിസിക്കൽ ഹാം, സൈക്കോളജിക്കൽ ഹാം, പിന്നെ ഇൻഡിവിജ്വൽ ഹാം ഉണ്ടാവും, ഹാം ടു സൊസൈറ്റി ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ഈ ഒരു ലൈയിങ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വളരെ വിശാലമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെറും ഒരു ലൈയിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ തന്നെ ഇത്രയും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കോണ്ടക്സ്റ്റുകളെ മനസ്സിലാക്കാനും ഉണ്ട്. പക്ഷേ ആളുകൾ ഇതിനെക്കുറിച്ച് അൺഅവെയർ ആവുകയും കളവ് പറയുക എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളൊരു മോറൽ പ്രിജുഡീസിലേക്ക് ആളുകൾ പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടാകുന്നത് എന്താണ്? ഇത് കാരണം ഉണ്ടാകുന്നത് ആളുകൾക്ക് മോറൽ നോളേജ്, കൃത്യമായ അനാലിസിസിനുള്ള കഴിവില്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യമുള്ള ആൾ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരാൾ പറയും ഏത് സാഹചര്യത്തിനെയും പേടിയില്ലാതെ നേരിടുക എന്നുള്ളതാണ് ധൈര്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സോക്രട്ടീസ് പറയും ഒരാൾ നല്ല പേടിയുണ്ട്, പക്ഷേ വളരെ ധൈര്യവാനായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിലോ, പുറത്ത് കാണുന്ന സമയത്ത് വളരെ ധൈര്യമുള്ള ആളാണ്, പക്ഷേ അയാൾ ഡേഞ്ചറിനെ ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ നല്ല പേടിയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുക എന്നുള്ളതാണ്. ചില സമയത്ത് പേടി തീരെ ഇല്ലാത്ത ആൾ എന്ന് പറയുന്നത് പേടിയെ ഓവർകം ചെയ്ത ആളുകളെക്കാൾ കൂടുതൽ എന്തായിരിക്കും? ധൈര്യശാലിയായിരിക്കും. ഫിയർലെസ് പേഴ്സൺ എന്ന് പറയുന്നത് പേടിയെ ഓവർകം ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ കറേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലുള്ള കോണ്ടക്സ്റ്റുകൾ വ്യത്യാസമുണ്ട്. ധൈര്യം എന്ന് പറയുന്നത് എല്ലാ സമയത്തും സിംഹത്തിന് മുമ്പ് പോയി ചാടലല്ല. ചില സമയത്ത് അതിൻ്റെ പ്രിക്കോഷനുകളൊക്കെ എടുത്ത് വളരെ കൃത്യമായ കോണ്ടക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ധൈര്യത്തിനെയും മണ്ടത്തരത്തിനെയും നമുക്ക് വ്യത്യസ്തമാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. എന്തിനേയും ഏത് ഡേഞ്ചറായ അവസ്ഥയും ഫേസ് ചെയ്യലാണെന്ന് പറയുമ്പോൾ. അതാണ് അടുത്തൊരു കാര്യം. അവിടെ വളരെ ഉദാഹരണം പറഞ്ഞു പോവുകയാണെങ്കിൽ, ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ധൈര്യം, നീതി, നന്മ, തെറ്റ്, ശരി, എല്ലാത്തിനെയും ഈ ലോകത്ത് കാണുന്ന മനുഷ്യർ തമ്മിലുള്ള എല്ലാ ചിന്തയിലുള്ള ഏത് അവസ്ഥകൾ എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാത്തിനെയും നമുക്ക് ഈ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാനും ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ളൊരു വ്യക്തിയാവുകയും ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സംഭാവനകൾ കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നത്. ഇങ്ങനെ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഭരിക്കപ്പെടുന്നവരാണ് എന്നുള്ളൊരു താല്പര്യത്തിലല്ല അവരുണ്ടാകുന്നത്. നേരെ മറിച്ച് നമ്മളുടെ അവകാശമാണ് ഈ ഒരു രാജ്യമാണെങ്കിലും സമൂഹമാണെങ്കിലും ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, നമ്മളത് നേടിയെടുക്കണം എന്നുള്ളൊരു പ്രതിജ്ഞയോടെ ജീവിക്കുന്നത് ഇത്തരത്തിൽ എക്സാമിൻ ചെയ്യാനുള്ള കഴിവുള്ള ആളുകൾ മാത്രമാണ്. ഇനി അദ്ദേഹം മറ്റൊരു സ്ട്രാറ്റജി കൂടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് മറ്റൊരാളെ ഹാം ഉള്ളതാവരുത്, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാവരുത്. ഈ ഒരു ഭാഗം വായിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വരിയായിരുന്നു. എല്ലാവർക്കും അറിയാം, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് സംവാദം എന്ന് പറയുന്നത്. ഇന്ന് പലരും മറന്നു പോകുന്ന, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയൊക്കെ കേൾക്കുന്ന സമയത്ത് പലരും
അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അല്ലെങ്കിൽ അൺഅവെയർ ആവുകയോ ചെയ്യുന്ന വലിയൊരു സത്യമാണത്. വാദിക്കുകയും ചെയ്യിക്കുകയും ഒന്നുമല്ല, നേരെ മറിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുകയും മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ അറിവില്ലായ്മയെ നമ്മൾ തുറന്നിടുകയും അതിലേക്ക് കൂടുതൽ സാഹചര്യങ്ങളെ തുറക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ആളുകളോട് ഇടപെടുന്നതും അവരിലൂടെ തന്നെയാണ് അദ്ദേഹം, നമ്മൾ ഈ DBT പോലെയുള്ള സൈക്കോളജിയിലൊക്കെയുള്ള മെത്തേഡുകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും, അവരിലൂടെ തന്നെ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഹീൽ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടാക്കാതെ തന്നെ അവരെ ഉള്ളിൽ ചോദ്യത്തിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുക്കുകയും അവരെ കൊണ്ട് തന്നെ ചോദിച്ചിട്ട് അവരിലൂടെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ മെത്തേഡ്. അല്ലാതെ ജയിക്കുക എന്നുള്ളതല്ല. അതായത് ഒരു പസിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ആരെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള മറ്റൊരു സാഹചര്യത്തിനെ കുറിച്ച് പറയും. അങ്ങനെ പസിൽ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ ചിന്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ആദ്യം സോക്രട്ടീസ് പറയുന്നത് സ്വന്തം ചെയ്യുകയും പിന്നീട് മറ്റുള്ള ആളുകളിലേക്ക് ഇത് കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ്. സോക്രട്ടീസ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, പിന്നെ സയൻറ്റിഫിക് കൺസെപ്റ്റുകൾ, ലിറ്റററി മീനിങ്ങുകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം, റിഡിലുകളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു മെത്തേഡിനെ സോക്രട്ടീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിന്ന് പറഞ്ഞത് സോക്രട്ടീസിൻ്റെ 2 കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഫിലോസഫിയുടെ ഉദയം ഉണ്ടായത്, നമ്മൾ ഈ ഒരു ചിന്തയിലേക്ക് ഇങ്ങനെ മടങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്, ചിന്തയിലേക്ക് എങ്ങനെയാണ് നമ്മൾ മടങ്ങിപ്പോയത്, എങ്ങനെയാണ് നമ്മുടെ കോടതി മുറികളിലൊക്കെ കാണുന്ന അനാലിസിസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ചിന്തയെ നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്, എത്തരത്തിലാണ് ചിന്തയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പല ഡോഗ്മകളെയും നമുക്ക് പൊളിച്ചെഴുതാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഒരു വസ്തുവിനെ ചോദ്യം ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു മെത്തേഡുകളാണ് സോക്രട്ടീസ് അന്നുണ്ടാക്കിയത്. മാത്രമല്ല, നമുക്ക് അവസാനം രസകരമായ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇദ്ദേഹം ആ ഒരു ഗ്രീക്കിലുള്ള എല്ലാ മനുഷ്യരുടെയും, ഗ്രീക്കിൽ അന്നുണ്ടായിരുന്ന എല്ലാവരുടെയും ഗുരുവായിരുന്നു സോക്രട്ടീസ് എന്ന് പറയുന്നത്. അത്രയും കൂടുതൽ അറിവുള്ള, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ അങ്ങാടികളിലും മലകളിലും തൂണുകളിലും ചുവരുകളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി സംസാരിച്ച് ഇവരെ പ്രശ്നത്തിലാക്കുന്ന, പസിലാക്കുന്ന ഒരാളായിരുന്നു സോക്രട്ടീസ് എന്ന് പറയുന്നത്. സോക്രട്ടീസിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, അദ്ദേഹം ഇത്തരത്തിൽ ജീവിച്ച് മറ്റുള്ള മനുഷ്യരെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആരോപണത്തിൻ്റെ മേലാണ് ഗ്രീക്കിലുള്ള കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ആ സമയത്ത് അവസാനം ശിഷ്യന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് പറയുന്നുണ്ട്, അവരുടെ സ്വാധീനത്തിൽ ഒന്നുകിൽ സോക്രട്ടീസിന് നാട് കടക്കാം, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ രക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സോക്രട്ടീസ് പറയുന്നത് ഒരിക്കലുമില്ല, ഏകദേശം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അറിഞ്ഞു, ഞാൻ പഠിച്ചു, ഇനി എനിക്കറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മരണം മാത്രമാണ്. ഒന്നുകിൽ ഞാൻ ഈ ഒരു റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സിലൊക്കെ പറയുന്നത് പോലെ ഞാൻ മറ്റൊരു ലോകത്തേക്ക് പോകും, അല്ലെങ്കിൽ വളരെ സുഖമായിട്ടുള്ളൊരു ഉറക്കം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് സോക്രട്ടീസ് മരിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിലുള്ള കഥകളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത്. പിന്നെ സോക്രട്ടീസിൻ്റെ ലൈഫിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, നമ്മളിപ്പോൾ കൺസെപ്ച്വൽ ഐഡിയാസൊക്കെയാണ് പറഞ്ഞത്, ലൈഫിലേക്ക് പോകുന്ന സമയത്ത് ആളുടെ വൈഫ്, ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നക്കാരിയായ ഒരു ഭാര്യയായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് സ്റ്റുഡൻസൊക്കെ വന്ന് വീട്ടിലിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിരന്തരം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു ഭാര്യ എന്നുള്ളതാണ് പറയാം. അതിന് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റിലൊക്കെ സോക്രട്ടീസിനെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു രസകരമായ ഒരു കഥ പറയാറുണ്ട്. ഒരു ദിവസം രാവിലെ സോക്രട്ടീസ് ഉറങ്ങി എണീക്കാൻ കുറച്ച് നേരം വൈകി. നമ്മൾ വിചാരിക്കും സോക്രട്ടീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, കൃത്യമായി ടൈമൊക്കെ വെച്ചിട്ട്, ടൈം ടേബിളൊക്കെ വെച്ച് ഇപ്പോൾ പറയുന്ന സോ കോൾഡ് ഈ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ജീവിതത്തിൻ്റെ രീതിയായിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് നോളേജും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സോക്രട്ടീസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കള്ളി നമുക്ക് മനസ്സിലാവും. എണീക്കാൻ നേരം വൈകിയ സമയത്ത്
ഭാര്യ ആദ്യം സോക്രട്ടീസിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ തെറിയും വിളിച്ചു പറയും. ഗ്രീക്കിൽ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ തെറിയും പറയും. തെറിയൊക്കെ കേട്ട് അവസാനം ഭാര്യ വലിയൊരു പാനിയിൽ വെള്ളമായിട്ട് വരും. ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന ശിഷ്യന്മാരോട് സോക്രട്ടീസ് പറയും, ഇടിയും മിന്നലുണ്ടെങ്കിൽ തീർച്ചയായും മഴയ്ക്കൊരു സാധ്യത ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ആളായി ഭയങ്കര പ്രശ്നക്കാരനായി സോക്രട്ടീസിനെ ചിത്രീകരിക്കുകയാണെങ്കിലും ഇതുപോലെയുള്ള പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ കാമായ, വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സോക്രട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി വർക്ക് ചെയ്യുന്നത്, മാത്രമല്ല ഫിലോസഫിയിലൂടെ എന്താണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോസിൽ ചർച്ച ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ടാറ്റ.